ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് പുതുതായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും തുടങ്ങിയിട്ട് റീച്ചൊന്നും കിട്ടാതെ നിർത്തിപ്പോയ കുറേ ആൾക്കാരുണ്ട്, അവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കാതിരിക്കുക. അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ നമ്മളെ വീഡിയോ കുറച്ച് കണ്ട്, ഒരു ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഒരു 10 സെക്കൻഡൊക്കെ കാണും. ഇനിയിപ്പോൾ ലോങ് വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒരു അര മിനിറ്റോ 1 മിനിറ്റോ കാണും. അതോടെ അവർ ബാക്ക് അടിച്ച് പോകും. നമ്മളെന്താ പറയുക, എന്താ ചെയ്യുക എന്നൊക്കെ അവർക്ക് കറക്റ്റായിട്ട് അറിയാം. അതുകൊണ്ട് അവർ വീഡിയോസ് ഫുള്ള് കാണില്ല. പിന്നെ യൂട്യൂബിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഒരു വീഡിയോ ഒരു 1/4 ഭാഗമെങ്കിലും പ്ലേ ആയിക്കഴിഞ്ഞാലാണ് അതിനൊരു ചെറിയ റീച്ചെങ്കിലും വരുള്ളൂ. പിന്നെ ഒരു അര ഭാഗം 3/4 ഭാഗമൊക്കെ ആണെങ്കിൽ ആ വീഡിയോ നല്ലോണം റീച്ചായി പോകും. അതാണ് അതിൻ്റെ ഒരു അൽഗോരിതം വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലിനെയൊക്കെ ഒഴിവാക്കിയിട്ട് അവരെയൊന്നും അറിയിക്കാതെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ വരുന്ന വ്യൂസിനനുസരിച്ച് വരുന്ന സബ് മാത്രം എടുത്തിട്ട് വീഡിയോസ് ചെയ്തു തുടങ്ങുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ചാനലിൽ വീഡിയോസ് ഇടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് വെച്ചൊന്ന് ലാഗ് അടപ്പിക്കരുത്, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോരുത്. ദിവസേന വീഡിയോസ് ഇടാൻ പറ്റുമോ ദിവസേന ഇട്ടുകൊണ്ടേയിരിക്കുക. ഓരോ വീഡിയോസ് ഇട്ടാലും മതി. ചില ആൾക്കാർ 2-3 വീഡിയോസൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതൽ റീച്ച് കിട്ടുക. നമ്മുടെ പഴയ ചാനലിൽ നമ്മൾ ചെയ്യുന്ന പരിപാടി ഒരു വീഡിയോ ഇട്ടിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അടുത്ത വീഡിയോ. അങ്ങനെ വരുമ്പോൾ ഒരിക്കലും ചാനൽ റീച്ചായി പോവില്ല. അപ്പോൾ റീച്ച് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇപ്പോൾ ലോങ് വീഡിയോയ്ക്ക് റീച്ച് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് ലോങ് വീഡിയോ ചെയ്തുകൊണ്ടേയിരിക്കണം. ഷോർട്ട് വീഡിയോയ്ക്ക് റീച്ച് ഉണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടേയിരിക്കണം. ഷോർട്ട് വീഡിയോ മാത്രം ഇടുന്ന ചാനലിൽ പെട്ടെന്ന് ഒരു ലോങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് കയറി പോവില്ല. അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ അവസ്ഥ അതായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഷോർട്ട് വീഡിയോസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ ലോങ് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് കയറി പോകാതെയാവും. അങ്ങനത്തെയൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വിശദമായിട്ടുള്ള കുറച്ച് വിവരങ്ങൾ ഇനി നമുക്ക് പറയാനുണ്ട്. നമ്മളിന്ന് കോഴിക്കോട് ഒരു ഓട്ടം വന്നതാണ് കേട്ടോ. അപ്പോൾ ചുമ്മാ ഇരുന്ന ടൈമിൽ എടുത്ത വീഡിയോ ആണ്. ഇപ്പോൾ അവർ കോൾ വന്നിട്ടുണ്ട്, പോകാൻ ടൈമായി. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണാം. കുറച്ചുകൂടെ കാര്യങ്ങൾ അതിൽ പറഞ്ഞുതരാം.